നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ത്രൂ ദ എലിമെൻ്ററി കനാൽ എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻസ് ഇൻ ഹ്യൂമൻ എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ് അതിന് മുമ്പത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് കാണണം. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈജഷൻ ഇൻ ഹ്യൂമൻ ആണ് പഠിച്ചത്. അപ്പം ഇതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എർത്ത് തമ്മിലാണെങ്കിൽ ഇതേപോലെ ഇൻടേക്ക് ചെയ്യുന്നു, അത് പുറത്തേക്ക് പോകുന്നു ഭക്ഷണം. അതേപോലെ ഇത് ഏത് പാർട്ടൊന്നുമില്ല, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഓക്കെ, അതുപോലെ എന്താണ് ഇത് ബേഡ്സ് ലൈക്ക് എന്താണ് നമ്മുടെ കോഴി ഇതുപോലെ താറാവുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എന്ത് ചെയ്യും, പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇൻടേക്ക് ഭക്ഷണം എടുക്കുന്നു. അതേപോലെ നായ പോലുള്ള ജീവജാലങ്ങൾക്ക് ഫുഡ് എടുക്കുന്നു, ഇതിലൂടെ പുറത്തേക്ക് പോകുന്നു. കൗ എന്ന് പറയുന്നത് ഇതുപോലെ ഭക്ഷണം എടുക്കുന്നു, അതിലുപോലെ പുറത്തേക്ക് പോകുന്നു. കൗവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഇതിൽ സ്റ്റൊമക്കിന് ഒരു എക്സ്ട്രാ ചേംബറും കൂടി ഉണ്ട്. അതിന് കാരണം അത് പെട്ടെന്ന് ഭക്ഷണം എടുത്തിട്ടുണ്ട്, ഇത് പെട്ടെന്ന് വിഴുങ്ങുകയാണ് ചെയ്യുക. ആദ്യം തന്നെ ഭക്ഷണം പെട്ടെന്ന് വിഴുങ്ങിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, രണ്ടാമതും ആ ഭക്ഷണം റീടേക്ക് ചെയ്തിട്ട് ചവച്ചരച്ചിട്ട് അത് വേറൊരു അരയിലേക്കും പോവുക. അത് നേരിട്ട് എന്ത് ചെയ്യും, പിന്നെ ഡൈജഷൻസ് നടത്തി അതിൽ നിന്ന് പുറത്തേക്ക് വേസ്റ്റ് പോകും അല്ലേ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, ശത്രുക്കൾ വരുന്ന സമയത്ത് പണ്ട് ഇപ്പം നമ്മൾ നമ്മൾ പശുക്കളുടെ ജീവജാലങ്ങളെ നമ്മൾ വീട്ടിൽ വളർത്തല് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ. അത് എന്ത് ചെയ്യും, അത് കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ വസ്തുക്കൾ, ആ ജീവജാലത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ആരെങ്കിലും ഈ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസുകൾ ഭക്ഷണം കഴിക്കാൻ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം വേഗം കഴിച്ച് വിഴുങ്ങി വെക്കുകയും എന്നിട്ട് ആ ശത്രുക്കളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് അത് ചവച്ചരച്ചിട്ട് കഴിക്കുകയായിരുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അതിനൊരു വേറൊരു എക്സ്ട്രാ ചേംബർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ആൻഡ് ആൽക്കഹോളിസം. അതായത് മദ്യപാനം, ഡൈജഷൻസിന് ഉണ്ടാകുന്ന സിസ്റ്റം, അതായത് നമ്മുടെ ദഹന പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന മദ്യപാനത്തിനുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിക്കർ എഫക്റ്റ് വൂണ്ട് ഓൺ ദ സോഫ്റ്റ് ലെയേഴ്സ് ഓഫ് ദി സ്റ്റൊമക്ക്. ദിസ് ക്യാൻ റിസൾട്ട് അൾസർ. നോക്കാം, ഈ മദ്യപാനം, അമിതമായിട്ടുള്ള മദ്യപാനം കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതായത് ചെറിയ ചെറിയ വ്രണങ്ങൾ അഥവാ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകും. ഈ മുറിവുകൾ കാരണം നമുക്ക് എന്ത് ചെയ്യും, അൾസർ എന്നൊരു രോഗത്തിന് കാരണമുണ്ട്. അൾസർ എന്നൊരു രോഗം ഒരു വിധത്തിലൊരു ക്യാൻസർ കണ്ടന്റ് പോലെ തന്നെ സബ്സ്റ്റൻസ് തന്നെയാണത്. ഓക്കെ, അൾസർ പോലുള്ള ക്യാൻസർ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണത്. ഓക്കെ, അൾസർ. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ലിക്കർ മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിലും മദ്യപാനം കൊണ്ടും മാത്രമല്ല അൾസർ ഉണ്ടാകും, അല്ലാത്ത രീതിയിലുണ്ടാകും. നിങ്ങളിപ്പം എന്താ പറയുക, മുറിവുണ്ടാകുക, കുടലിലൊക്കെ മുറിവുണ്ടാകുന്നതിന് അൾസറിന് ശരിക്കും പറയുന്നത്. ഇപ്പം നിങ്ങൾ ചില ആളുകൾ ചവച്ചരയ്ക്കാതെ നമ്മളത് കഴിക്കും അല്ലേ. അപ്പോൾ മുള്ള് പോലെയുള്ള വസ്തുക്കൾ, അതായത് മീൻ അതുപോലുള്ള വസ്തുക്കളിൽ മുള്ള് അങ്ങനത്തെ ഉള്ള കൂർത്ത വസ്തുക്കൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൻ്റെ എന്ത് ചെയ്യുന്നു, ഈസോഫാഗസ്, സ്റ്റൊമക്കിൽ ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മുറിവുകൾ അവിടെ ഉണ്ടാക്കും. അതും എന്തിന് കാരണമാകുന്നുണ്ട്, അൾസർ. അതുകൊണ്ട് നമ്മൾ നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഓക്കെ, മുള്ളു പോലുള്ള വസ്തുക്കളാണെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് എക്സസീവ് ആൽക്കഹോളിസം കോസ് ലിവർ സിറോസിസ്. അതായത് കരൾ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കരളിൽ കേടുവരാന്നുള്ള രോഗം കേട്ടില്ലേ, ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം അല്ലേ. അപ്പം അമിതമായിട്ടുള്ള മദ്യപാനം കൊണ്ട് ലിവറിന് കാരണമുണ്ട്. ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ലിവറിൻ്റെ കേസിൽ ഇതുപോലെ ലിവറിന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അത് ഇതൊക്കെ ഉണ്ടാകുന്നില്ലേ, ഫിൽട്ടർ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് അതിൻ്റെ ആ ഫിൽട്ടർ ചെയ്യുന്നതൊക്കെയാണ് ലിവറിൻ്റെ ഇത് നടക്കുന്നത്. അതായത് നമ്മുടെ നല്ല മൂത്രത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നല്ല ഇത് ലിക്വിഡ് കണ്ടൻറ്റ് നമ്മൾ അബ്സോർവ് ചെയ്യുന്ന ഇതാണ് എന്ത് ലിവർ ഇത് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ലിവറിന് അവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കഹോളിക് കണ്ടൻറ്റ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യും, അതിനും എന്ത് ചെയ്യും, വ്രണം ഉണ്ടാവൂലേ അല്ലേ. അപ്പോൾ അത് കൂടാതെ ലിവറിന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്, ലിവറിന് നാശം ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ രോഗമാണ് ലിവർ സിറോസിസ് അല്ലേ. ഇനി അടുത്ത ലിക്കർ കോസ്ഡ് ക്യാൻസർ ഇൻ ദ മൗത്ത്
ഈസോഫാഗസ്, ലിവർ, ലാർജ് ഇൻഡസ്ട്രിയൽ. നമ്മൾ ഓരോ പറഞ്ഞു തന്നെയാണ്, കുറച്ചുകൂടി പറയാണ്. വായയിൽ ഇതേപോലെ പുണ്ണ് പോലുള്ള അതായത് വ്രണങ്ങൾ ഉണ്ടാകും. ഈസോഫാഗസിൻ്റെ കേസിൽ ഈ കുടലിലൊക്കെ ഇതേമാതിരി വ്രണങ്ങൾ ഉണ്ടാകും. ലിവർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ലിവർ സിറോസിസ് മാത്രമല്ല, ലിവറിൽ എന്ത് ചെയ്യും, ഇതേപോലെ വ്രണങ്ങൾ ഉണ്ടാകാം. പിന്നെ ലാർജ് ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ എന്തുണ്ടാകും, വ്രണങ്ങൾ ഉണ്ടാകും. ഈ കാരണങ്ങൾ കൊണ്ട് ഇതെന്താവും, ക്യാൻസർ എന്ന രോഗത്തിന് സാധ്യതയുണ്ട്. ക്യാൻസർ എന്ന രോഗത്തിന് സാധ്യതയുണ്ട്. ഏതിന്? ഈ പറഞ്ഞിരിക്കുന്ന ലിക്കർ അഥവാ ആൽക്കഹോൾ കഴിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് മദ്യപാനം എന്ന് പറയുന്നത് നല്ലൊരു ശീലമല്ല, ഒരു ദുശീലമാണ്. അതെന്ത് ചെയ്യരുത്, കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങൾ മദ്യപിക്കാതിരിക്കുക. നിങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി ന്യൂട്രിയൻസ് ഇൻ അമീബ എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്, ഒറ്റ സെല്ലിലുണ്ടാകുന്ന ഓർഗാനിസം അല്ലേ. അപ്പോൾ അമീബ പോലുള്ള ജീവജാലങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും, അമീബ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ നോക്കാൻ. അതിന് അമീബയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 3 സ്റ്റേജുകളാണുള്ളത്. പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. ഓക്കെ. ഇനി ന്യൂട്രീഷൻസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അത് നമുക്ക് അമീബയിലുള്ള ന്യൂട്രീഷൻസ് സ്റ്റേജ് അടുത്ത ഘട്ടത്തിൽ പറയാം. ഭക്ഷണം കഴിക്കുന്ന സ്റ്റേജസ് ആണ് പറയുന്നത്. ഫുഡ് ഇൻ ടേക്ക് ആദ്യത്തെ 3 സ്റ്റേജാണെന്ത്, ഫുഡ് ഇൻ ടേക്കിൽ 3 ഇതിൽ പറയുന്നു, 4 സ്റ്റേജല്ല പറയുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഈ 3 കൂടിയാണെന്ത്, ഫുഡ് ഇൻ ടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അമീബയ്ക്ക് അടുത്തേക്ക് അമീബ ഇവിടെ വരുന്നുണ്ട്, അമീബ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അമീബയുടെ അടുത്തേക്ക് ഒരു ഫുഡ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അമീബയുടെ അടുത്തേക്ക് ഒരു ഫുഡ് കിടക്കുന്നു. ആ ഫുഡിനെ എന്ത് ചെയ്യും, ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേജിൽ അമീബയ്ക്ക് അടുത്തേക്ക് ഫുഡ് വരുമ്പോൾ എന്ത് ചെയ്യും, അതൊന്ന് കുറച്ചൊന്ന് വളയ്ക്കും, അങ്ങനെ വളയ്ക്കും. അപ്പോൾ ഫുഡിനെ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ആദ്യത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് കണ്ടില്ലേ, രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നില്ലേ. ഇനി മൂന്നാമത്തതോ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് എന്ത് ചെയ്യും, അത് അതിൻ്റെ ബോഡീൻ്റെ ഉള്ളിലേക്ക് എത്തിക്കും. ബോഡീൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ എത്തിക്കുന്നു. ഓക്കെ. ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ബോഡീൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, അമീബയെ പോലുള്ള ഈ ഫുഡിനെ ഉള്ളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇനി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ശേഷം ഫുഡ് ഇതിലേക്ക് എത്തിക്കാനുള്ളതെയും പിന്നെ അതങ്ങോട്ട് വളച്ച് ഇങ്ങനെ ആക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ എന്താണ്, അത് ബോഡിക്ക് ഉള്ളിലേക്ക് എത്തിക്കും. ഇതാണ് ഫുഡ് ഇൻ ടേക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷണത്തെ ഈ ഉള്ളിലെത്തിക്കുന്ന ഭക്ഷണത്തെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫുഡ് കണ്ടൻറ്റുകളെ ബ്രേക്ക് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സാണെന്ത്, ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആവശ്യമുള്ളതോ ഇല്ലാത്തതൊന്നല്ല, ആ ഭക്ഷണത്തെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പാർട്ടുകളാക്കി മാറ്റുന്നതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഫുഡിൽ നിന്ന് നല്ല ഫുഡ് അഥവാ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം 3 സ്റ്റേജ് ആയല്ലോ. ആദ്യം ഫുഡ് ഇൻ ടേക്ക്, പിന്നെ ഡൈജഷൻ, അത് കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ. ആവശ്യമുള്ള ഫുഡിനെ എടുക്കുന്നു. ഇനി ആവശ്യമുള്ളത് കഴിഞ്ഞ് ആവശ്യമില്ലാത്തതിനെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാമല്ലോ. ആ പ്രോസസ്സിനെ പറയുന്നതാണിത് എക്സ്ക്രീഷൻ. എന്താണ് എക്സ്ക്രീഷൻ? അപ്പോൾ അമീബയിലെ 4 സ്റ്റേജുകൾ എന്താണ്, ഫുഡ് ഇൻ ടേക്ക്, ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഡൈജഷൻ, അതായത് കിട്ടിയിരിക്കുന്ന ഫുഡിനെ അത് ഡിഫറെൻറ്റ് പാർട്ടുകളായിരിക്കും, ചെറിയ ചെറിയ സ്മോൾ പാർട്ടുകളാക്കി അതെന്ത് ചെയ്യും, നമ്മൾ ഇതാക്കി മാറ്റിയെടുക്കുന്നു. അതാണ് ഡൈജഷൻ. മൂന്നാമത്തെ സ്റ്റേജിനാണിത് അബ്സോർപ്ഷൻ. ആവശ്യമുള്ള വസ്തുക്കളെ, ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള വസ്തുക്കളെ അത് അബ്സോർവ് ചെയ്യുന്നു, അതാണ് അബ്സോർപ്ഷൻ. അതിന് ശേഷം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വിടുന്നതാണ് എക്സ്ക്രീഷൻ. ആ സ്റ്റേജുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഫുഡ് ഇൻ ടേക്ക്, ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഓക്കെ. ഇനി സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ്റെ കേസിലാണ് ഞാൻ ഒന്നുകൂടി ഇതാക്കി എടുക്കുകയാണ്. ഇപ്പം ന്യൂട്രീഷൻ്റെ കേസിൽ തന്നെ സെയിം കണ്ടൻറ്റ് തന്നെ എങ്ങനെയാണ് അമീബയിൽ നടക്കുന്നതെന്ന്. അതിന് എക്സ്ട്രാ ഒരു സ്റ്റേജും കൂടി അതിൽ കൊടുക്കുന്നുണ്ട്, അസിമിലേഷൻ. ഇനി ഫുഡ് ഇൻ ടേക്കിന് വേറൊരു പേരിൽ കൂടി പറയുന്നു, ഇഞ്ചക്ഷൻ. എന്താണ് ഇഞ്ചക്ഷൻ? ഓക്കെ. നോക്കാം അതിൽ എന്താ പറയുന്നത്. ആ ഓരോ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇഞ്ചക്ഷൻ. അതായത് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണെന്ത്, ഇൻജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇഞ്ചക്ട് ചെയ്യും, അതേപോലെ ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഡൈജഷൻ എന്ന് പറയുന്നത്, ഡൈജഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗാനിക് ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ്
are broken down to small components that can be absorbed by body. അതായത് എന്താണ്, ഈ തന്നിരിക്കുന്ന ഭക്ഷണത്തെ വളരെ ഭക്ഷണത്തിലെ ഓർഗാനിക് ഫാക്ടേഴ്സ്, അതായത് കാർബൺ ഇതായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഇല്ലാത്തതല്ലേ ഇതിന് എന്ത് ചെയ്യാണ്, ചെറിയ 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 കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്നാൽ സ്മോൾ കമ്പോണൻസ് ആക്കി മാറ്റുന്നു. അതാണെന്ത് ഈ ഡൈജഷൻ ചെയ്യുന്നത്. മൂന്നാമത്തത് എന്താണ്, അബ്സോർപ്ഷനാണ്. നമ്മളത് നേരത്തെ പറഞ്ഞു. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആവശ്യമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, അബ്സോർവ് ചെയ്ത് എടുത്തു വെക്കുന്നു അല്ലേ. ആവശ്യമില്ലാത്ത എന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളുന്നതിന് എക്സ്ക്രീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പും കൂടി കിടക്കുന്നുണ്ട്. എന്താണ്, അസിമിലേഷൻ. എന്താണ് അസിമിലേഷൻ? എന്താ അസിമിലേഷൻ? അബ്സോർവ് ചെയ്തിരിക്കുന്ന അസിമിലേഷൻ അവിടെ ഒന്ന് കൊടുത്തു. അസിമിലേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് അബ്സോർബ്ഡ് കമ്പോണൻസ് ബിക്കംസ് പാർട്ട് ഓഫ് ദി ബോഡി. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ആവശ്യമുള്ള സാധനത്തെ, ന്യൂട്രിയൻസിനെ നമ്മൾ ശേഖരിച്ച് വെച്ചില്ലേ, ആ ശേഖരിച്ച ഭക്ഷണത്തെ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബോഡിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ ആവശ്യത്തിലുള്ള ആ ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ആ ബോഡിയിൽ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബോഡിയിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണിത് അസിമിലേഷൻ. അത് നമ്മുടെ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണിത് അസിമിലേഷൻ. അപ്പോൾ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻടേക്ക് തന്നെയാണ്, ഭക്ഷണം എടുക്കുന്ന പ്രോസസ്സാണ്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഭക്ഷണത്തെ ഡിഫറെൻറ്റ് പാർട്ടുകളാക്കി മാറ്റുന്നതാണ് ഡൈജഷൻ. മൂന്നാമത്തെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിച്ച് വെക്കുന്നതാണ് എന്ത്, അബ്സോർപ്ഷൻ. നാലാമത്തത് അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫുഡ് ആവശ്യമുള്ള ന്യൂട്രിയൻ സബ്സ്റ്റൻസുകളെ നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ ഭാഗത്തും എത്തിക്കുന്ന പ്രോസസ്സ്, അതായത് നമ്മുടെ ബോഡിയിൽ എത്തിക്കുക, നമ്മുടെ എനർജി ഇതിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് അസിമിലേഷൻ. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ഈ 5 സ്റ്റേജും പ്രത്യേകമായിട്ട് ഓർത്തെടുക്കണം. ഓക്കെ, ഇനി അടുത്ത് എക്സ്പെല്ലിംഗ് എക്സ്പെല്ലിംഗ് വേസ്റ്റ് ആണ്. നോക്കാം. നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ വസ്തുക്കളെയും കൊണ്ടുവരിക, കൊടുക്കുക, അതായത് ആവശ്യമുള്ള വസ്തുക്കൾ എടുക്കാനും കൊടുക്കാനും പറ്റുന്ന ഒരു മീഡിയമാണ് എന്ത്, ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായോ? ഇല്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഓൺലൈൻ പർച്ചേസസ് നടക്കുന്നില്ലേ? അപ്പോൾ ഓൺലൈൻ പർച്ചേസസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സാധനം അവർ കൊണ്ടുതരും അല്ലേ? അതേപോലെ നിങ്ങൾക്ക് ആ സാധനം വേണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെടുത്ത് നമുക്ക് പറ്റാത്തതാണെങ്കിൽ, നമുക്ക് തന്ന സാധനം കേടുവന്ന സാധനമാണെങ്കിലൊക്കെ എന്ത് ചെയ്യും, നമ്മളത് റിട്ടേൺ കൊടുക്കും അല്ലേ? ആവശ്യമുള്ളതിന് എടുക്കുകയും ആവശ്യമില്ലാത്തത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ ഒരു കാർഗോ ഇതിൽ നടക്കുന്ന അതേ പ്രോസസ്സ് പോലെ അതേപോലെ തന്നെ അതല്ല കേട്ടോ അവിടെ പറയുന്നത്. അതേപോലെ തന്നെ ആവശ്യമുള്ള സാധനം എടുത്തു കൊണ്ടുപോവുക, തിരിച്ച് അങ്ങോട്ട് ആവശ്യമില്ലാത്തവരെടുത്ത് എന്ത് ചെയ്യുക, വേറെ സ്ഥലത്ത് എത്തിക്കുക. അപ്പം അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ബ്ലഡിന് നടക്കുന്നത്. അപ്പം ബ്ലഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓക്സിജൻ ഫ്രംസ് ലങ്സ് ഏതാണെന്ന് നോക്കാം. ഈ ബ്ലഡിലേക്ക് ഏതൊക്കെ വസ്തുക്കളാണ് വരുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ആർ ദ കമ്പോണൻസ് റീച്ചിങ് ബ്ലഡിലേക്ക് ഈ തന്നിരിക്കുന്ന പിക്ചറിൽ ഏതൊക്കെ വസ്തുക്കളാണ് ഉള്ളിലേക്ക് വരുന്നത്? ഓക്സിജൻ ഉള്ളിലേക്ക് ലെയർ നോക്കൂ, ഓക്സിജൻ ഉള്ളിലേക്ക് വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വരുന്നുണ്ട്, പിന്നെ യൂറിയ ഫ്രം ലിവർ, അതായത് മൂത്രം എന്നൊക്കെ പറയും അല്ലേ, അത് യൂറിയ കണ്ടൻറ്റ് ബ്ലഡിലേക്ക് വരുന്നുണ്ട് അല്ലേ, യൂറിയ കണ്ടൻറ്റ്. ന്യൂട്രീഷൻസ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കോമ്പണൻസ് ആണ്. റീച്ചിങ് ബ്ലഡിലേക്ക് വരുന്ന കണ്ടൻറ്റുകളാണിത്. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് അമംഗ് ദീസ് ആർ റിക്വയർഡ് ഫോർ ദ ബോഡി, ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അല്ലേ? ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണ്? ഇതെല്ലാം ബ്ലഡിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഏതാ, ആവശ്യമില്ലാത്തതാണ്. നമ്മൾ ബോഡിക്ക് ഓക്സിജൻ ആവശ്യമില്ലടോ അല്ലേ? ഓക്സിജൻ ആവശ്യമുണ്ടല്ലോ. നമ്മൾക്ക് ആവശ്യം ശ്വസിച്ചിരിക്കുന്നത് നമുക്ക് ഓക്സിജൻ ഇല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്സിജൻ ആവശ്യമാണ് അല്ലേ? ഇനി അടുത്ത എന്താണ്, ന്യൂട്രിയൻസ്. നമുക്ക് ന്യൂട്രിയൻസ് ഇല്ലെങ്കിലോ, നമ്മുടെ ബോഡിയിലേക്ക് ന്യൂട്രിയൻ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ?
ഇല്ല. നമുക്ക് എനർജി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ന്യൂട്രിയൻ കണ്ടൻറ്റും ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്തത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളുന്നുണ്ട് അല്ലേ? ഡ്യൂറിങ് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോലില്ലേ? അതായത് റെസ്പിറേഷൻ്റെ ഫലമെന്ന് ശ്വസനം, നമ്മൾ ശ്വസിക്കുമ്പം ഓക്സിജൻ കണ്ടൻറ്റ് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്സിജൻ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ വസ്തുക്കളും ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ലെൻസിൽ നടക്കുന്നത്. ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസകോശത്തിൽ നടക്കുന്നത്. നമ്മൾ ശ്വസിക്കുമ്പോൾ എല്ലാ വസ്തുക്കളും, ഇത് മാത്രമല്ല ഒരുപാട് വസ്തുക്കൾ ഇതിനുള്ളിലേക്ക് കയറുന്നുണ്ടാവും. അതിന് ആവശ്യമുള്ള ഓക്സിജൻ കണ്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ പുറത്ത് വിടുന്ന പ്രോസസ്സാണ് എന്ത് നമ്മൾ ഇതിൽ ഈ ശ്വസന പ്രവർത്തനത്തിൽ നടക്കുന്നത്. ഓക്കെ, റെസ്പിറേഷനിൽ നടക്കുന്നത്. അപ്പം എന്തായാലും ബ്ലഡിൽ വന്നിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നത് റെസ്പിറേഷൻ എന്ന പ്രോസസ്സിലൂടെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതാണ് അല്ലേ? ഇനി യൂറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മൂത്രം എന്ന് പറയുന്ന വസ്തു ബ്ലഡിൽ അല്ലേ, അത് എന്ത് ചെയ്യുന്നു? ബ്ലഡിലൂടെ ഇത് വരുന്ന ഇതിലുള്ള യൂറിയ കണ്ടൻറ്റിനെ പുറത്തേക്ക് തള്ളുന്നത് ഉണ്ടല്ലോ, പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ? യൂറിയ നമുക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസ് അല്ല അല്ലേ? അപ്പോൾ ആ യൂറിയ എന്ന ആ സബ്സ്റ്റൻസുകൾ പുറന്തള്ളുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഈ യൂറിക് കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യും പുറത്ത് തള്ളുന്നു എന്നതിനെക്കുറിച്ച്, മൂത്രമായിട്ട് പുറത്ത് തള്ളുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ് പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക്